ഹായ് ഓൾ. ബീങ് എ സി എ സ്റ്റുഡൻറ്, നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ കോഴ്സ് കുറച്ച് ടൈം കൺസ്യൂമിങ് അല്ലേ എന്നുള്ളത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത ആളുകളായിരിക്കും ഇങ്ങനെ ഒരു കമൻറ്റ് പറയുന്നുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും? ഈ റീസെൻ്റ്ലി നടന്ന സി എക്സാംസിൻ്റെ, അതായത് മെയ് 2024 സി എക്സാംസിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പാസ് പെർസെൻറ്റേജ് സി എ ഫൗണ്ടേഷൻ്റെ കേസിൽ 14.96%, സി എ ഇൻ്റർമീഡിയറ്റിൻ്റെ കേസിൽ 19.88%ആണുള്ളത്. സോ യെസ്, സി എക്സാംസ് ടഫാണ്. ബട്ട് ഓരോ സി എ സ്റ്റുഡൻറ്റിൻ്റെയും ഗോൾ എന്ന് പറയുന്നത് ഈ പാസ് പെർസെൻറ്റേജിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്. അതിലേക്കുള്ള ജേണിയിൽ പൊതുവെ വരുത്തി കണ്ടിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഓൾ ഓഫ് യു, വെൽക്കം ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ സിലബസ് 100% കവർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ 100% സിലബസ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ടോപ്പിക് വെയിറ്റേജ്. സോ പാസ്റ്റ് ഇയർ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില ചാപ്റ്റേഴ്സിന് അല്ലെങ്കിൽ ചില ടോപ്പിക്സിന് കുറച്ച് വെയിറ്റേജ് കൂടുതലായിരിക്കും. ആൻഡ് അങ്ങനെയുള്ള പോർഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇത് മാത്രം പോരാ, റിവിഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. ഓക്കെ, ഓരോ പോർഷൻസും നിങ്ങൾ സ്പെസിഫൈഡ് ടൈം പീരീഡിനുള്ളിൽ തന്നെ റിവൈസ് ചെയ്യുക. ആൻഡ് എക്സാമിനോട് അടുക്കുന്ന ടൈമിൽ ഓരോ സബ്ജക്റ്റിനും ഫിക്സഡ് ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യുക ഫോർ റിവിഷൻ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ഡേഷൻസ് ആൻഡ് അമെൻമെൻറ്റ്സ്. ലോ, ടാക്സേഷൻ പോലുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, നമ്മുടെ എക്സാമിലേക്ക് റെലവൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ്, അമെൻമെൻറ്റ്സ്, അനൗൺസ്മെൻറ്റ്സ് ഇതൊന്നും നമ്മൾ മിസ് ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് സി എ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ICA സജസ്റ്റ് ചെയ്യുന്നത് ICAയുടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, RTPs, MTPs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സജസ്റ്റഡ് ആൻസേഴ്സ് എന്നിവയാണ്. ആൻഡ് ട്രിപ്ലൈയുടെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു കമ്പൈലേഷനാണ്. സോ ഒരുപാട് റെഫറൻസ് ബുക്കുകളിലേക്ക് പോകാതെ ICAയുടെ റിസോഴ്സുകളിൽ മാത്രം നിന്നുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ഇസ് മോർ ദാൻ ഇനഫ്. അലോങ് വിത്ത് ഓൾ ദിസ് പോയിന്റ്സ്, വി ഹാവ് ടു മേക്ക് ഷുവർ വൺ മോർ തിങ്. നമ്മൾ ഫൈനൽ എക്സാമിലേക്ക് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഫുൾ ലെങ്ത് എക്സാമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പ്രിപ്പറേഷൻ ടൈം ഇസ് ഓവർ. ഇനി നമ്മളിത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ എക്സാം ഹാളിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ വി ഹാവ് ടു റീഡ് അവർ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ക്വസ്റ്റ്യൻസിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഒരിക്കലും ആൻസറിങ്ങിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് ക്വസ്റ്റ്യൻ വായിക്കുന്ന ടൈമിൽ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ ഓൺലി സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ ആൻസർ. ഓൾസോ നമ്മൾ തിയറി പേപ്പേഴ്സിന് ആൻസർ ചെയ്ത് കാണുമ്പോൾ വളരെ ബ്രീഫായിട്ട് ആൻസർ കൊടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി അതിന് ഇനഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. നിങ്ങൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടോ പാരഗ്രാഫ്സ് ആയിട്ടോ ആൻസർ ചെയ്യാവുന്നതാണ്. ഓൾസോ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലം പേപ്പേഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസേഴ്സിന് എനഫ് ആയിട്ടുള്ള വർക്കിംഗ് നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടുള്ള ഒരു പ്രോബ്ലമാണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത്. സോ നമ്മൾ മാർക്സിൻ്റെ ബേസിൽ ഓരോ ക്വസ്റ്റ്യനിലേക്കും സ്പെസിഫിക് ടൈംസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിനെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുൾ ലെങ്ത് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എക്സാമിന് ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഫുൾ ലെങ്ത് എക്സാമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. സോ യെസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് സി എ എക്സാംസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.